മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീകൃഷ്ണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടപഞ്ചാശത്തമോധ്യായ. ശ്രീശുകോവാച. ഏകദാ പാണ്ഡവാൻ ദൃഷ്ടും പ്രതീതാൻ പുരുഷോത്തമാ ഇന്ദ്രപ്രസ്ഥം ഗത ശ്രീമാൻ വ്യൂധാനാദിഭിർവൃതാ ദൃഷ്ടാതമാഗതം വാർത്താ മുകുന്ദമഖിലേശ്വരം ഉത്തസ്തുർയുഗപൽ വീര പ്രാണാമുഖ്യമിവാഗതം പരിഷ്വജ്യ അച്യുതം വീര അംഗസംഗസഹദൈനസാ സാനുരാഗസ്മിതം വക്രം വീക്ഷ്യ തസ്യ മുദം യയോ യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാഥ യമാഭ്യം ചാഭിവന്ദിത പരമാസനാസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത നവോഢാവൃഡിത കിഞ്ചിത് ചനേരത്യാഭ്യവന്ദത തഥൈവ സാത്വികി പാർത്ഥേ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനേന്യേ ച പൂജിത പര്യുപാസത പ്രധാം സമാഗത്യ കൃതാഭിവാദന സ്തയാദിഹാർദ്ദാർദ്ദശാഭിരംഭിത ആപൃഷ്ടവാംസ്താം കുശലം സഹസ്രഷാം പിതൃശ്വസാരം പരിപൃഷ്ടബാന്ധവ തമാഹ പ്രേമവൈക്ലവ്യ യുദ്ധകണ്ഠാസുലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശാൻ ക്ലേശാപായാത്മദർശനം തദൈവ കുശലം നോഭൂൽ സനാഥാസ്തേ കൃതാവയം യാതിന്ന സ്മരതാ കൃഷ്ണ പ്രാദാ മേ പ്രേഷിതസ്ത്വയാ നദേസ്തി സ്വപരിഭ്രാന്തിർ വിശ്വസ്യ സുഹൃദാത്മനാം തഥാപി സ്മരതാം ശശ്വ ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതാം. യുധിഷ്ഠിര ഉവാച. കിം ന ആചരിതം ശ്രേയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണാം ദുർദർശോ യന്നോ ദൃഷ്ടകുമേധസാം ഇതി വൈവാർഷികാൻ മാസാൻ രാജ്ഞാസോഭ്യർത്ഥിത സുഖം ജനയന്നേനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭൂ ഏകദാരഥമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാദായ തൂണോചാക്ഷയസായകോ സാകം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശ പരവീരഃ തത്രാവിദ്യച്ഛരേ വ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ ജുരുൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാച്ഛല്ലകാൻ താൻ നിന്യോ കിങ്കരാരാജ്ഞേ മേധ്യാൻ പർവണ്യുപാഗതേ തൃക്പരീതപരിശ്രാന്തോ ബീഭത്സൂര്യമുനാമകാൽ തത്രോപസ്പൃശ്യ വിശദം പീത്വാ വായുമഹാരഥോ കൃഷ്ണോ ദദർശതു കന്യാം ചരന്തിം ചാരുദർശനാം തമാസാദ്യവരാരോഹാം സുദ്വിജാം രുചിരാനനാം പപ്രച്ഛ പരിഷിത സഖ്യ ഫാൽഗുന പ്രമദോത്തമാം കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ജിഗീർഷസി മന്യേ ത്വം പതിമിച്ഛന്തിം സർവം കഥയ ശോഭനേ. കാളിന്തി ഉവാച. അഹം ദേവസ്യ സവിതുർ ദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപ പരമമാസ്ഥിത നാന്യം പതിം വൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ നാഥ സംശ്രയാ. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുതദർശനം തഥാവത് ഗൂഢാകേശോ വാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വാൻ ധർമ്മരാജമുപാഗമൽ യദേവ കൃഷ്ണസന്ദിഷ്ട പാർത്ഥാനാം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണാം ഭഗവാൻസ്തത്ര നിവസൻ സ്വാനാം പ്രിയചികീർഷയാ അഗ്നയേ ഖാണ്ഡവം ദാതുർമർജനസ്യാസസാരഥി സോഗ്നിസ്തുഷ്ടോ ധനുരാരദാധയാൻ ശ്വേതാൻ രഥം നൃപാ അർജുനായാക്ഷയോ തൂണോ വർമ്മ ചാഭേദ്യമസ്ത്രിഭിः മയശ്ച മോചിതോ വന്യേ സഭാം സഖ്യൗപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസിൽ ജലസ്ഥലദൃശിഭ്രമാം സദേന സമനുജ്ഞാതാ സുഹൃദ്ഭിശ്ചാനുമോദിതാം ആയയോ ദ്വാരകാം ഭൂയ സാത്യകി പ്രമുഖൈർവൃതാ അഥോഭയേ മേ കാളിന്ദീം സുപുണ്യർത്തൃക്ഷൗജ്യതേ വിതന്വൻ പരമാനന്ദം സ്വാനാം പരമമംഗളം വിന്ദാനുവിന്ദാ വാവന്ത്യോ ദുര്യോധനവശാനുഗോ സ്വയംവരേ സ്വഭഗിനിം കൃഷ്ണേ സക്താം നിഷേധതാം. മേ ശരണം.
രാജാധിദേവ്യാസ്തനയാം മിത്രവിന്ദാം പിതൃശ്വസോ പ്രസഹ്യ ഹൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം നഗ്നജിത് നാമ കൗസല്യ ആസിൽ രാജാതിധാർമ്മിക തസ്യ സത്യാഭവ കന്യാ ദേവീ നഗ്നജിതി നൃപ നതാം ശേഖുർനൃപാവോടുമജിത്വാ സപ്തഗോവൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർധർഷാൻ വീരഗന്ധാസഹാൻ ഖലാൻ താം ശ്രുത്വാ വൃഷജില്ലഭ്യാം ഭഗവാൻ സാത്വതാംബരി ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃത സ കൗസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭിः അർഹണേനാപി ഗുരുണ പൂജയൻ പ്രതിനന്ദിത വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചകമേരമാപതിം ഭൂയാദയം മേ പതിരാശിഷോമല കരോതു സത്യായിതി മേ ധൃതോ ഹൃദേ യൽപാദപങ്കജരജ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സഹ ലോകപാലൈ ലീലാതനുസ്വകൃതസേതുപരീപ്സയേശ കാലേ ദധ സ ഭഗവാൻ മമ കേന ദുഷ്യേ അർച്ചിതം പുനരിത്യാഹ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി കിമൽപക ശ്രീശുവാച തമാഹ ഭഗവാൻ ഹൃഷ്ട കൃതാസനപരിഗ്രഹ മേഘഗംഭീരയാ വാച സസ്മിതം ഗുരുനന്ദന ശ്രീഭഗവാൻ വാച നരേന്ദ്രയാഞ്ഛ്യാ കവിഭിർവിഗർഹിത രാജന്യബന്ധോർനിജധർമ്മവർത്തിനാ തഥാപി യാചേ തവ സൗഹൃദേച്ഛയാ കന്യാം തുദീയാം നഹി ശുൽക്കദാ വയം രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരഹ്യേപ്സിത ഗുണൈകധാംനോ യസ്യാംഗേ ശ്രീർവസത്യനവായിനി കിം തുസ്മാഭികൃതപൂർവം സമയസാത്വദർശഭ പുംസാം വീരപരീക്ഷാർത്ഥം കന്യാവരപരീത്സയാ സപ്തൈതേ ഗോവൃഷാ വീര ദുർദാന്താ ദുരവഗ്രഹ ഏതൈർഭഗ്നാസു ബഹവോ ഭിന്നഗാത്രാ നൃപാത്മജ യദി മേ നിഗൃഹീതാസ്യാസ്ത്വയൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രിയപദേ ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ ന ഗൃഹ്ണാലീലൈവ താൻ ബദ്ധ്വാ ദണ്ഡമഭിശൗര്യർ ഭഗ്നദർപ്പാൻ ഹതോജസ വ്യകർഷലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാന്യഥാ തദപ്രീതസുതാം രാജ ദദോ കൃഷ്ണായ വിസ്മിത താം പ്രത്യഗൃഹ്ണാൽ ഭഗവാൻ വിധിവൽ സദൃശിം പ്രഭു രാജപത്ന്യശ്ച ദുഹിതോ കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവ ശംഖഭേര്യാനഗാനേതുർഗീതവാദ്യദ്വിജാശിഷ നരാ നാര്യാ പ്രമുദിത സുവാസശൃഗലംകൃത ദശധേനുസഹസ്രാണി പാരിബർഹമദാദ്വിഭൂ യുവതീനാം ത്രിസഹസ്രം നിഷ്കഗ്രീവസുവാസതാം നവനാഗസഹസ്രാണി നാഗാച്ഛദഗുണാൻ ദധാൻ യഥാച്ഛദഗുണാനശ്വാൻ നശ്വാച്ഛദഗുണാൻ നരാൻ ദമ്പതീരഥമാരോപ്യ മഹത്യാ സേനയാ വൃതൗ സ്നേഹപ്രക്ലിന്നഹൃദയോ യാപയാമാസ കോസല ശ്രുത്തേതദ്രോ വധുർഭൂപാന്നയന്തം പഥി കന്യകാം ഭഗ്നവീര്യാസു ദുർമർഷ യദുഭിർഗോവൃഷൈപുരാ താനസ്യത ശരവ്രാതാൻ ബന്ധുപ്രിയകൃതർജുന ഗാണ്ഡീവീ കലയാമാസ സിംഹ ക്ഷുദ്രമൃഗാനി വാം പാരിബർഹമുപാഗൃഹ്യ ദ്വാരകാമേത്യസത്യയാ രമേയദൂനാമൃഷഭോ ഭഗവാൻ ദേവകീസുതാ സുതകീർത്തെ സുതാം ഭദ്രാമുപയേ മേ പിതൃശ്വസോ കൈകേയീം ഭ്രാതൃഭിർദത്താം കൃഷ്ണസന്ദർദനാദിഭിः സുതാം ച മദ്രാധിപതേർ ലക്ഷ്മണാം ലക്ഷണൈർയുതാം സ്വയംവരേ ജഹാരേക സ സുവർണസുധാമിവാം അന്യാശൈവം വിധാ ഭാര്യ കൃഷ്ണസ്യാസൻ സഹസ്രശ ഭൗമം ഹത്വാ തന്നിരോധാ ദാഹൃതശ്ചാരുദർശനാ ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംജായം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷുദ്വാഹോ നാമ അഷ്ടപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമം 58. ഭഗവാൻ കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നീ കന്യകമാരെ വിവാഹം ചെയ്ത കഥയാണ് 58-ാം അധ്യായത്തിൽ പറയുന്നത്. പാണ്ഡവരെ കാണാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് സാത്വികിയും മറ്റുള്ള അകമ്പടിക്കാരോടുമൊപ്പം ശ്രീകൃഷ്ണൻ പോയി. അരക്കില്ലം കത്തിപ്പോയപ്പോൾ പാണ്ഡവരും അതിനുള്ളിൽ കിടന്ന് മരിച്ചുപോയി എന്നാണ് സകലരും ധരിച്ചിരുന്നത്. പാഞ്ചാലി സ്വയംവര സമയത്ത് അവരെ എല്ലാവരും ആശ്ചര്യത്തോടെ കണ്ടു. പിന്നീട് ബന്ധുമിത്രാദികൾ സന്തോഷപൂർവ്വം അവരെ സന്ദർശിക്കുന്ന അവസരത്തിലാണ് ശ്രീകൃഷ്ണനും അവരെ കാണാൻ പോയത്. മരിച്ചുപോയവർ ജീവിച്ചതുപോലെയുള്ള സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടായത്. ഭഗവാനെ കണ്ട പാണ്ഡവർ അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉപചാരങ്ങളോടെ ശ്രീകൃഷ്ണനെ സ്വീകരിച്ചു. എല്ലാവരും ഒന്നിച്ചെഴുന്നേറ്റ് വന്ദിച്ചു. ആ ദർശനം പാണ്ഡവരുടെ സകല തളർച്ചയും ആധികളും തീർത്ത് ഊർജ്ജസ്വലരാക്കാൻ പര്യാപ്തമായിരുന്നു. ഭഗവാനെ കാണാതിരുന്നതുകൊണ്ടുണ്ടായ സന്താപമെല്ലാം നശിച്ചു. ആ മുഖാരവിന്ദം ദർശിച്ച് ആനന്ദഭരിതരായിത്തീർന്നു യുധിഷ്ഠിരനും ഭീമനും അനുജന്മാരും എല്ലാവരും. കൃഷ്ണനേക്കാൾ വയസ്സിന് മൂത്തവരായ യുധിഷ്ഠിരനെയും ഭീമനെയും ലോകനീതി അനുസരിച്ച് ഭഗവാൻ പാദങ്ങളിൽ നമസ്കരിച്ചു. സമപ്രായക്കാരനും ചങ്ങാതിയുമായ അർജുനനെ ആലിംഗനം ചെയ്തു. നകുല സഹദേവന്മാർ ശ്രീകൃഷ്ണനെയും നമസ്കരിച്ചു. നവോഢയായ പാഞ്ചാലി അല്പം ലജ്ജയോടെ ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാന് മാത്രമായി തയ്യാറാക്കിയതും രാജാസനത്തേക്കാൾ ഉയർന്നതും ഉത്കൃഷ്ടവും രമണീയവുമായ ആ പരമാസനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇരുത്തി. സാത്വികിയെയും ആദരവോടെ പൂജിച്ചിരുത്തി. കൂടെ വന്ന മറ്റു യാദവന്മാരെയും അതുപോലെ സൽക്കരിച്ച് ഉപചാരങ്ങൾ ചെയ്തു. ഭഗവാൻ അകത്തേക്ക് കയറി കുന്തിദേവിയെ നമസ്കരിച്ചു. കൃഷ്ണനെ കണ്ട് ആനന്ദാശ്രു പരിപ്ലുതയായ കുന്തിമാതാവ് ഭഗവാനെ ആലിംഗനം ചെയ്തു. സഹോദരനായ വസുദേവരുടെയും മറ്റു ബന്ധുക്കളുടെയും സൗഖ്യം അന്വേഷിച്ചു. കുന്തിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഗദ്ഗദകണ്ഠയായി. തൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ശ്രീകൃഷ്ണ ദർശനത്താൽ ഇല്ലാതായി എന്നുറപ്പിച്ചു ആ മാതാവ്. പരസ്പരം കുശലപ്രശ്നങ്ങൾ ചെയ്തു. ഞങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി എൻ്റെ സഹോദരൻ അക്രൂരരെ അയച്ചല്ലോ, അതുമൂലം ഞങ്ങൾ സനാഥരായിത്തീർന്നു കൃഷ്ണ എന്ന് പറയുകയും ചെയ്തു. കൃഷ്ണൻ്റെ മഹത്വം മനസ്സിലാക്കിയ കുന്തിമാതാവ് പറയുകയാണ്, സ്വന്തക്കാർ അന്യർ എന്ന ഭേദമൊന്നും നിനക്കില്ല. ആരാണോ നിന്നെ മനസ്സിൽ സദാ ചിന്തിക്കുന്നത് അവരുടെ ദുഃഖങ്ങളെ നിശേഷം സംഹരിക്കുന്നതാണല്ലോ നിന്റെ സ്വഭാവം. സൂര്യപ്രകാശത്താൽ ഇരുട്ട് അപ്രത്യക്ഷമാകും പോലെയുള്ള അവസ്ഥയാണ് നിന്റെ സ്മൃതിയിലുള്ളവരുടെ ഹൃദയത്തിലെ ദുഃഖത്തിനും. ഭഗവാനെപ്പറ്റി അമ്മയുടെ ഈ വിധ വാക്കുകൾ കേട്ട യുധിഷ്ഠിരൻ സർവേശ്വര എന്ന് സംബോധന ചെയ്ത് പറയാൻ തുടങ്ങി. മഹായോഗികൾക്കുകൂടി എളുപ്പം കാണാൻ സാധിക്കാത്ത നിന്തിരുവടിയെ ഭക്തിയില്ലാത്ത ഞങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ. പൂർവജന്മങ്ങളിൽ എന്തോ പുണ്യം ആചരിച്ചിട്ടുണ്ടാവാം. അങ്ങയുടെ ദീനവാത്സല്യ നിമിത്തം ഞങ്ങളിൽ കരുണ ചെയ്തതുകൊണ്ടാവാം. തങ്ങളുടെ ഭക്തിപാരമ്യം കൊണ്ടല്ല ഈ അനുഗ്രഹം എന്നാണ് യുധിഷ്ഠിരൻ്റെ വിനയാന്വിതമായ അഭിപ്രായം. യുധിഷ്ഠിരൻ്റെയും അനുജന്മാരുടെയും അഭ്യർത്ഥന സ്വീകരിച്ച് അവരുടെ സ്തുതി നമസ്കാരാദികളാൽ ആദരിക്കപ്പെട്ട് മഴക്കാലം 4 മാസം മുഴുവൻ ഭഗവാൻ
അവരോടൊപ്പം അവിടെ തന്നെ താമസിച്ചു. ഇന്ദ്രപ്രസ്ഥ നിവാസികൾക്കെല്ലാം പരമാനന്ദം അനുഭവിക്കാനും കഴിഞ്ഞു. ഈ വാസകാലത്ത് ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം നായാട്ടിനായി പുറപ്പെട്ടു. കപിധ്വജനായ അർജുനൻ ഗാണ്ഡീവവുമെടുത്ത് തേരിൽ കയറി വനത്തിൽ പ്രവേശിച്ചു. ചില മൃഗങ്ങളെ വധിക്കുകയും ചിലവയെ പിടിക്കുകയും ചെയ്തു. നായാട്ടുമൂലം ക്ഷീണിച്ച് ദാഹിച്ചു വലഞ്ഞ അവർ ജലം അന്വേഷിച്ച് യമുനാ നദിയിലെത്തി. കൈകാൽ കഴുകി ദേഹശുദ്ധി ചെയ്ത് ജലം കുടിച്ച് വിശ്രമിച്ചു. അവർ അവിടെ ഒരു സുന്ദരിയെ കണ്ടു. ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അവൾ ആര്, എന്തിനിവിടെ കഴിയുന്നു എന്ന വിവരങ്ങളറിയാൻ അർജുനൻ പോയി. അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായി ആ സുന്ദരി ഇങ്ങനെ പറഞ്ഞു: അഹം ദേവസ്യ സവിതുർദുഹിതാ പതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃ പരമമാസ്ഥിത. ഞാൻ സൂര്യദേവൻ്റെ പുത്രിയാണ്. പതിയെ ആഗ്രഹിച്ചു തന്നെയാണ് ഇവിടെ തപസ് ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ പുരുഷനെയൊന്നുമല്ല, പുരുഷോത്തമനും ഭക്താഭീഷ്ടവരപ്രദനുമായ മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാനാണ് എൻ്റെ തപസ്. ഹേ വീര, ശ്രീദേവിയുടെ നിവാസസ്ഥാനമായ ആ ഭഗവാനെ അല്ലാതെ ആരെയും ഭർത്താവായി സ്വീകരിക്കില്ല ഞാൻ. ആ പുരുഷോത്തമൻ എന്നിൽ പ്രസാദിക്കാൻ അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥന. എൻ്റെ പേര് കാളിന്തി. യമുനാജലത്തിൽ പിതാവ് സൂര്യദേവൻ നിർമ്മിച്ചു തന്ന ഭവനത്തിൽ അച്യുത ദർശനം ലഭിക്കും വരെ കഴിച്ചുകൂട്ടാനാണ് എൻ്റെ നിശ്ചയം. കാളിന്തിയുടെ മനോഗതം അർജുനനിൽ നിന്ന് അറിഞ്ഞ ഭഗവാൻ അവളെയും തേരിൽ കയറ്റി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. കാളിന്തിയുടെ ചിന്ത സർവാത്മാവായ ഭഗവാൻ അറിഞ്ഞിട്ട് ആ കുട്ടിയെ അനുഗ്രഹിക്കാനാവുമല്ലോ ഈ നായാട്ടും അർജുനനെ ദൂതനായി അയച്ചതും മറ്റും. ഭഗവാന്റെ ഹസ്തിനപുരിയിലേക്കുള്ള ഈ യാത്രയിൽ പാണ്ഡവരുടെ ദൈന്യാവസ്ഥ കണ്ട് ദേവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് അതിശയകരമായ രാജധാനിയും അതിനനുസരിച്ചുള്ള നഗരിയും നിർമ്മിച്ചു കൊടുത്തു. ആ രാജധാനിയിൽ ഭഗവാനും വസിക്കുന്ന സമയത്താണ് ഖാണ്ഡവവനം അഗ്നിക്ക് നൽകിയത്. അഗ്നിയുടെ അജീർണം മാറാനുള്ള മരുന്നാണ് ഖാണ്ഡവവനം. ഇന്ദ്രൻ്റെ അധീനത്തിലുള്ള ആ വനം ദഹിപ്പിക്കാൻ അഗ്നിയെ സഹായിക്കാൻ അർജുനന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അതിൽ സാരഥ്യം വഹിച്ചു ഭഗവാൻ. സന്തുഷ്ടനായ അഗ്നി അർജുനന് ധാരാളം പാരിതോഷികങ്ങൾ നൽകി. ഒരു യോദ്ധാവിന് ആവശ്യമുള്ളവയെല്ലാം. സ്വഗ്നിസ്തുഷ്ടോ ധനുരാധാത്തയാൻ ശ്വേതാൻ രഥം നൃപ അർജുനായ യക്ഷയോ തൂണോ വർമ്മ ചാഭേദ്യമസ്ത്രിഭി. ഗാണ്ഡീവമെന്ന വില്ല്, 4 വെള്ളക്കുതിരകളെ പൂട്ടിയ തേര്, അമ്പൊടുങ്ങാത്ത 2 ആവനാഴികൾ, ഒരു വില്ലാളിക്കും മുറിക്കാൻ കഴിയാത്ത കവചം, ഇതെല്ലാം അഗ്നി നൽകി. ഈ വില്ലാണ് അർജുനൻ്റെ അഭിമാനമായി മാറിയ ഗാണ്ഡീവം. ഗാണ്ഡീവം എന്ന് പറഞ്ഞാൽ അർജുനനെയാണ് സ്മരിക്കുക. അഭേദ്യമായ ബന്ധം ഗാണ്ഡീവവും അർജുനനും തമ്മിൽ ഉണ്ടായി. ഖാണ്ഡവ ദഹന സമയത്ത് അതിലകപ്പെട്ട മയനെ അതിൽ നിന്ന് മോചിപ്പിച്ചു. അസുരശില്പിയാണ് മയൻ. ആ സന്തോഷത്തിൽ ഭഗവാന് എന്ത് സഹായമാണ് വേണ്ടത് എന്നന്വേഷിച്ചെങ്കിലും ഭഗവാൻ തനിക്കൊന്നും വേണ്ട എന്നറിയിച്ചു. മയൻ്റെ സന്തോഷത്തിനായി പാണ്ഡവർക്ക് വേണ്ടി സഭാമണ്ഡപം നിർമ്മിച്ചു കൊടുത്തോളൂ എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ ദേവശില്പിയെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥവും അസുരശില്പിയെ കൊണ്ട് സഭാമണ്ഡപവും നിർമ്മിപ്പിച്ചു കൊടുത്തു ഭഗവാൻ. ഈ സഭാമണ്ഡപത്തിൽ വെച്ചാണ് ദുര്യോധനന് സ്ഥലജല ഭ്രാന്തിയുണ്ടായി പരിഹസിക്കപ്പെട്ടത്. അത്
മഹാഭാരത യുദ്ധത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്തു. ഇന്ദ്രപ്രസ്ഥത്തിലെ ഈ വക കർമ്മങ്ങൾക്കു ശേഷം സാത്യകി പ്രമുഖന്മാരോടൊപ്പം ദ്വാരകയിലേക്ക് മടങ്ങി ഭഗവാൻ. ദ്വാരകയിൽ പ്രവേശിച്ച് മംഗളകരമായ ശുഭമുഹൂർത്തത്തിൽ കാളിന്തിയെ വിധിപ്രകാരം വിവാഹം കഴിച്ചു ഭഗവാൻ. അവന്തിയിലെ വിന്ദാനുവിന്ദന്മാരുടെ സഹോദരി മിത്രവിന്ദയെ ഭഗവാൻ വേട്ട കഥയാണ് തുടർന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ പിതാവായ വസുദേവൻ്റെ സഹോദരി രാജാധിദേവിയുടെ പുത്രിയാണ് മിത്രവിന്ദ. വിന്ദാനുവിന്ദന്മാർ ദുര്യോധനൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് സ്വഭഗിനിയെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് വിരോധിച്ചു. സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരുടെ കൺമുമ്പിൽ നിന്ന് ബലാത്കാരമായി ഈ പെൺകുട്ടിയെ അപഹരിച്ചു ഭഗവാൻ. രാക്ഷസവിധേനയാണ് ഈ വിവാഹം നടന്നത്. അയോധ്യാധിപതിയും ധാർമ്മികനുമായ നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ പുത്രി സത്യയെയാണ് ആറാമതായി വിവാഹം കഴിച്ചത്. സത്യ നഗ്നജിതിയെ വിവാഹം കഴിക്കുന്നതിന് ഒരു പരീക്ഷ നിശ്ചയിച്ചിരുന്നു രാജാവ്. രാജാവിൻ്റെ 7 കാളകൾ ഉണ്ട്. ഇവയെ കീഴടക്കാൻ വരുന്ന വീരന്മാരുടെ ഗന്ധം കൂടി സഹിക്കാൻ പറ്റാത്ത അത്ര മതിച്ചവയായിരുന്നു ഈ കാളകൾ. അവയുടെ കൊമ്പുകൾ അതിതീക്ഷ്ണങ്ങൾ, ദുസ്വഭാവികളുമാണ് ഈ കാളകൾ. ഇവയെ ജയിക്കാൻ കഴിയുന്ന വീരനു മാത്രമേ സുന്ദരിയായ സത്യയെ നേടാനാവൂ. ഈ വിവരമറിഞ്ഞ ഭക്താഭീഷ്ടപ്രദനായ ഭഗവാൻ വലിയ സൈന്യത്തെയും ഒരുമിച്ച് ചേർത്ത് അയോധ്യയെ പ്രാപിച്ചു. ഭഗവാന്റെ വരവറിഞ്ഞ അയോധ്യാധിപതിയായ നഗ്നജിത്ത് എഴുന്നേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് ഉചിതമായ ആസനം നൽകി മഹത്തായ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭക്ത്യാദരവോടെ പൂജിച്ചു. ആ പൂജകളിലും സൽക്കാരങ്ങളിലും സന്തുഷ്ടനായി ഭഗവാൻ രാജാവിനെ അഭിനന്ദിച്ചു. ഭഗവാനെ മനസ്സുകൊണ്ട് കാംക്ഷിച്ച സത്യ അദ്ദേഹം ഗൃഹത്തിൽ വന്നതറിഞ്ഞു. ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഹൃദയകമലത്തിൽ ഈ രൂപം ധ്യാനിച്ചിട്ടുണ്ടല്ലോ താൻ. അതുകൊണ്ട് തൻ്റെ ആഗ്രഹം സഫലമാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ആഗ്രഹം സാധിക്കൽ അത്ര സുഗമമല്ലെന്നറിയുന്ന സത്യയുടെ ചിന്ത ഇങ്ങനെയാണ്. യത്പാദപങ്കജരജശിരസാ ബിഭർത്തി ശ്രീരബ്ജസ്സ ഗിരിശഃ സഹ ലോകപാലൈ കാലേ ദധത്സ ഭഗവാൻ മമ കേന ദുഷ്യേത്. ഈ ഭഗവാന്റെ പാദപത്മത്തിലെ പൊടി മഹാലക്ഷ്മിയും ബ്രഹ്മാവും ശിവനും ദിക്പാലകന്മാരും സർവദാ ശിരസിൽ ധരിക്കുന്നു. ധർമ്മമാർഗങ്ങൾക്ക് തടസ്സം നേരിടുന്ന കാലത്ത് അവയെ നിലനിർത്തുവാൻ വേണ്ടി ദിവ്യ ശരീരങ്ങൾ ധരിച്ച് ലീലയായി ധർമ്മസ്ഥാപനം ചെയ്യുന്ന ഈശ്വരനായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കാൻ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ ഭഗവത് പ്രസാദം ഉണ്ടാവുകയേ വഴിയുള്ളൂ. രാജാവിന് ഭഗവാനോടുള്ള ഭക്ത്യാദരങ്ങൾ പ്രകടമാകുന്ന വിധത്തിൽ പറയുകയാണ്. അല്ലയോ കാരുണ്യമൂർത്തേ, ലോകനാഥ, പരമാനന്ദ സ്വരൂപ, നിന്തിരുവടിക്ക് ക്ഷുദ്രനായ ഈ ഉള്ളവനെക്കൊണ്ട് യാതൊരാവശ്യവുമില്ല. അവിടുന്ന് എന്തെങ്കിലും ഒന്ന് ആജ്ഞാപിച്ച് എന്നെ അനുഗ്രഹിക്കണേ. രാജാവിൻ്റെ ഈ വാക്കുകേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മേഘഗംഭീരമായ സ്വരത്തിൽ മന്ദഹാസത്തോടെ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു. ഹേ രാജാവേ, ക്ഷത്രിയന് യാചന ധർമ്മമല്ല. എങ്കിലും അങ്ങയോടുള്ള ബന്ധുത്വത്തിൽ തൽപരനായി അങ്ങയുടെ കന്യകയെ ഞാൻ യാചിക്കുന്നു. കന്യാശുൽക്കം നൽകാനൊന്നും എനിക്ക് കഴിയുമെന്നും തോന്നുന്നില്ല. കാളകളെ ജയിക്കാനുള്ള ശക്തിയില്ലെന്ന് ഗൂഢമായി ഒരു പരിഹാസവചനം. ഇത് കേട്ട് രാജാവ് പറയുകയാണ്. ഹേ നാഥ, അങ്ങയേക്കാൾ യോഗ്യനായ ഒരു വരൻ വേറെ ആരാണുള്ളത്? സകല ഗുണങ്ങൾക്കും ഏകസ്ഥാനമായിരിക്കുന്ന നിന്തിരുവടിയുടെ മാറിൽ
ലക്ഷ്മീദേവി സദാ വസിക്കുന്നു. എന്നാൽ പുത്രിയുടെ വരനായി അങ്ങുതന്നെ വേണമെന്നുള്ള അതിമോഹത്താൽ ഈ പരീക്ഷ നിശ്ചയിച്ചുപോയി. വേറെ ഒരാൾക്കും ചെയ്യാനാവാത്ത ബലപരീക്ഷ നിശ്ചയിച്ചത് അതുകൊണ്ടാണ്. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്ന നിന്തിരുവടി ഈ ശപഥം പരിപാലിച്ച് അനുഗ്രഹിക്കണേ. വേണ്ടത്ര ഇണക്കമില്ലാത്തവയും മതിച്ചവയുമാണ് ഈ 7 കാളകളും. ഇവയെ പിടിച്ചടക്കുവാൻ ശ്രമിച്ച അനേകം രാജാക്കന്മാരെ ഇവ കുത്തി മൃതപ്രായരാക്കിയിരിക്കുന്നു. ഹേ യദുനന്ദന, ഈ കാളകളെ അങ്ങയ്ക്ക് മാത്രമേ അടക്കുവാൻ കഴിയൂ. അതുകൊണ്ടാണ് ലക്ഷ്മീ വല്ലഭനായ നിന്തിരുവടി തന്നെ എൻ്റെ ജാമാതാവായി വരണം എന്ന് നിശ്ചയിച്ച് ഈ പ്രതിജ്ഞ ചെയ്തത്. പ്രഭുവായ ഭഗവാൻ ഉടനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുത്തു. 7 ശരീരത്തെ സ്വീകരിച്ചു. ഒരേ സമയത്ത് കാളകളുടെ അടുത്തെത്തി അവയുടെ മൂക്കുതുളച്ച് കയറിട്ട് പിടിച്ച് അവയെ സ്വാധീനപ്പെടുത്തി. ഇതെല്ലാം രാജകന്യക നോക്കി നിൽക്കുമ്പോഴാണ് ഭഗവാൻ ചെയ്തത്. അഹങ്കാരം ശമിച്ച കാളകളെ കുട്ടികൾ കളിവണ്ടി വലിക്കും പോലെ വലിച്ചു കൊണ്ടുവന്നു. രാജാവ് സന്തോഷപൂർവ്വം പുത്രിയെ ഭഗവാനു നൽകി. മഹാപ്രഭു ആ രാജകന്യകയെ സ്വീകരിക്കുകയും ചെയ്തു. രാജാവും രാജപത്നിമാരും ആനന്ദമഗ്നരായി. രാജധാനിയിൽ വലിയ ആഘോഷം നടന്നു. വാദ്യഘോഷങ്ങൾ, ബ്രാഹ്മണരുടെ ആശീർവചനങ്ങൾ, വേദസൂക്തങ്ങൾ, വീണാനാദം മുതലായവ എങ്ങും മുഴങ്ങി. ആബാലവൃദ്ധം പുരവാസികൾ ഈ ഉത്സവം പുതുവസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് കൊണ്ടാടി. പുത്രിക്ക് സ്ത്രീധനമായി ധാരാളം വസ്തുവകകൾ നൽകി രാജാവ്. ആന, തേര്, കുതിര, കാലാൾ എന്നിങ്ങനെയുള്ള 4 വിധ സൈന്യങ്ങളെയും ഉത്തരോത്തരം ശതാഭിവൃദ്ധിയോടെ നൽകി. വമ്പിച്ച സേനയാൽ ചുറ്റപ്പെട്ട ദമ്പതിമാരെ തേരിലേറ്റി സ്നേഹാർദ്ര മനസ്സോടെ യാത്രയച്ചു നഗ്നജിത്ത് രാജാവ്. മുമ്പ് തന്നെ പല പ്രാവശ്യം യദുക്കളിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയവരും ഈ കന്യകയ്ക്ക് വേണ്ടി കാളകളെ മെരുക്കുന്നതിൽ തോറ്റു പിൻവാങ്ങിയവരുമായ രാജാക്കന്മാർ ഈ വാർത്ത കേട്ടു. അസൂയയും കോപവും മുഴുത്ത ഇവർ മാർഗമധ്യത്തിൽ ശ്രീകൃഷ്ണനെ തടഞ്ഞു. ഭഗവാന്റെ ഒപ്പമുള്ള അർജുനൻ ഗാണ്ഡീവത്തിൻ്റെ ശബ്ദത്താൽ ഇവരെയെല്ലാം ഓടിച്ചു. യദുപതിയായ ഭഗവാൻ സ്ത്രീരത്നമായ സതിയോടൊപ്പം ദ്വാരകയിൽ പ്രവേശിച്ചു. വസുദേവ സഹോദരി ശ്രുതകീർത്തിയുടെ പുത്രിയും കേകയ രാജ്യക്കാരിയുമായ ഭദ്രയെയും ഭഗവാൻ വരിച്ചു. ഈ കന്യകയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനാദികളുടെ അപേക്ഷപ്രകാരമാണ് ഭഗവാൻ സ്വീകരിച്ചത്. മദ്രരാജാവിൻ്റെ പുത്രിയും സർവശുഭലക്ഷണ സമ്പന്നയുമായ ലക്ഷ്മണയെ സ്വയംവരത്തിൽ ശ്രീകൃഷ്ണൻ ഏകനായി പോയി അപഹരിച്ചു. ഗരുഡൻ ഏകനായി സ്വർഗലോകത്തിൽ നിന്ന് അമൃതിനെ എന്ന പോലെയാണ് ഭഗവാൻ ലക്ഷ്മണയെ ഹരിച്ചത് എന്നാണ് ശുകമഹർഷി പറയുന്നത്. ലക്ഷ്മണയുടെ സ്വയംവരത്തിലും ഒരു മത്സരം പിതാവായ രാജാവ് ഏർപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെല്ലാം 83-ാം അധ്യായത്തിൽ ലക്ഷ്മണൻ തന്നെ ദ്രൗപദിയോട് വിസ്തരിച്ച് പറയുന്നുണ്ട്. നരകാസുരൻ അനേകം സ്ത്രീകളെ അപഹരിച്ച് കാരാഗ്രഹത്തിൽ പാർപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് അവരെയെല്ലാം അവരുടെ അപേക്ഷപ്രകാരം ഭാര്യമാരായി സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭഗവാന്റെ അനേകം വിവാഹങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിക്കുന്നു. എൻ്റെ എല്ലാ വാക്കുകളും ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും പാദകമലങ്ങളിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.